ഹലോ ഫ്രണ്ട്സ്, പോപ്പീസ് വേൾഡിലെ ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. കണ്ണമ്പ്ര വേല മഴ 24 മണിക്കൂറിലേറെ നിലനിന്ന മഴ കാരണം വെടിക്കെട്ട് രാത്രി വെടിക്കെട്ട് പൊട്ടിക്കാൻ വേണ്ടി സാധിച്ചില്ല. വെടിക്കെട്ട് സാമഗ്രികളെല്ലാം മഴ കാരണം നനഞ്ഞു. വെടിക്കെട്ട് സാമഗ്രികളെല്ലാം വളരെ കഷ്ടപ്പെട്ട് ഇരു ദേശക്കാരും, കണ്ണമ്പ്രയും ഋഷിദാനമംഗലം ദേശക്കാരും വളരെ കഷ്ടപ്പെട്ട് വെടിക്കെട്ട് കരാറുകാരോട് ചേർന്ന് കഷ്ടപ്പെട്ട് സംരക്ഷിച്ച് പൊലച്ച് എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഋഷിദാനമംഗലം 2, 3, 4 തവണയായിട്ട് കത്തിച്ച് തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ആദ്യം ഒരു കൂട്ട് പൊട്ടിച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു 4 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ട്രാക്ക് പൊട്ടിച്ചു, അത് കഴിഞ്ഞിട്ട് ഓലമാലയും അതുപോലെ തന്നെ കുറച്ച് വലിയ ഗുണ്ടുകളൊക്കെ പൊട്ടിച്ചു. അപ്പം ഇനിയും പൊട്ടിക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കണ്ണമ്പ്ര പ്രദേശവും പൊട്ടിക്കാൻ വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുവാണ്. അവർ 2 തവണയായിട്ട് ചെറിയ രീതിയിൽ പൊട്ടിച്ചെങ്കിലും വലിയ കൂട്ടും ഫിനിഷോടുകൂടി പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് ഋഷിദാനമംഗലം ദേശത്തിൻ്റെ വെടിക്കെട്ട് 2025 കണ്ണമ്പ്ര വേലയുടെ ഋഷിദാനമംഗലം ദേശത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ വീഡിയോ ആണിത്. കനത്ത മഴയെ വെല്ലുവിളിച്ച് ഋഷിദാനമംഗലം ദേശത്തിന് വേണ്ടി വെടിക്കെട്ടിരിക്കുക വെടിക്കെട്ട് കരാറുകാർക്കും അതുപോലെ തന്നെ അവസാനം വരെ കൂടെ നിന്ന് എല്ലാവിധ സപ്പോർട്ടുകൾ നൽകിയ കമ്മിറ്റിക്കാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ നേരെ വീഡിയോയ്ക്ക് പോവുകയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ഈ വർഷം കണ്ണമ്പ്ര വേല വെടിക്കെട്ടുകൾ ഒരുങ്ങിയത്. അപ്പം വളരെ പ്രയാസമേറിയ വെടിക്കെട്ടായിരുന്നു. കനത്ത മഴയത്തും എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്തുകൊണ്ട് ഇരു ദേശങ്ങളും വളരെ സാഹസികമായിട്ട് വെടിക്കെട്ട് ഒരുക്കുവാണ്. വെടിക്കെട്ട് ഷീറ്റിലെ വെള്ളമൊക്കെ എടുത്ത് വിട്ട് ഏറ്റവും കരുതലോടുകൂടി അതിഗംഭീരമായ വെടിക്കെട്ടുകളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം വെള്ളമാണ്. മഴ നല്ല രീതിക്ക് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിക്ക് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വെടിക്കെട്ടിനിടെ കൂടെ. ഭയങ്കര മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണമ്പ്ര കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വലിയ രീതിയിലുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണമ്പ്ര ഒരു രക്ഷയില്ലാത്ത രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് വെള്ളത്തിലാണ്. മഴ കാരണം പന്തൽ വരെ പുറമേയുള്ള ബോർഡർ ലൈറ്റ് മാത്രമേ കത്തിച്ചിട്ടുള്ളൂ 2 ദേശത്തേയും. മൊത്തം മഴയത്ത് മഴ മാറിയ ഗ്യാപ്പിൽ മൊത്തം സംഭവം സെറ്റ് ചെയ്യുവാണ്. ഇമ്മീഡിയറ്റ് ആക്ഷൻ കണ്ണമ്പ്ര ദേശവും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോയി 1.5 ഫിനിഷിങ്ങോടുകൂടി ഋഷിദാനമംഗലം മഴയത്ത് പെട്ടെന്ന് സെറ്റ് ചെയ്ത് കത്തിച്ചിരിക്കുകയാണ്. പോണെന്ന് പറ. മിച്ചമുള്ള സാധനങ്ങളൊക്കെ പലതവണയായിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പം ഋഷിനാരായണമംഗലം മൂന്നാമത്തെ തവണ കത്തിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഋഷിനാരായണമംഗലം അവരുടെ അടുത്ത സാധനങ്ങൾ കത്തിക്കാൻ വേണ്ടി പോവുകയാണ്. വെടിക്കെല്ലാം പൊട്ടി അയച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈവില്ല. അതേ എടുത്തിട്ടുണ്ട്. വെളുപ്പിനെയും മിച്ചമുള്ള സാധനങ്ങളെല്ലാം കത്തിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. മഴ നനഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടിയിട്ട് അവസാനത്തെ വെടിക്കെട്ടുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. മഴ പെയ്താൽ നമ്മൾ വീണ്ടും തുടരുന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചിറങ്ങി മനസ്സടിക്കണ്ടല്ലോ. അല്ല നമ്മൾ അതിനു വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നല്ലേ. മഴ എത്ര പെയ്താലും ഞങ്ങൾ വീണ്ടും വീണ്ടും കത്തിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തത്. ബോളം കൊണ്ട് കത്തിക്കുകയാണ്. ഋഷിനാരായണമംഗലം ദേശം 4ാമത്തെ തവണ കത്തിക്കുകയാണ്. വേണം വേണം, ഒരുമിച്ചാവും.
ഇപ്പം അങ്ങോട്ട് കത്തിക്കും, അത് കത്തിക്കും. രതീഷ് ചേട്ടൻ, ശ്രീമലമൽ ഫയർ വർക്സിൻ്റെ ഓണർ രതീഷ് ചേട്ടൻ, അതുപോലെ തന്നെ അക്ഷയ ഫയർ വർക്സിൻ്റെ മാനുഫാക്ചറിങ് ലൈസൻസ് ഉള്ള സോമസുന്ദൻ ചേട്ടൻ, നമ്മുടെ മുരളിയേട്ടൻ. അപ്പോൾ സീസൺ അവസാനിക്കുകയാണ്. ഋഷാരമകരം ദേശത്തിൻ്റെ വേല കഴിഞ്ഞിട്ട് വേലപ്പറമ്പ് ആനകൾ ഇറങ്ങുകയാണ്. അക്ഷയ ഫയർ വർക്സിൻ്റെ അമരക്കാരൻ ഓണർ ശ്രീ ദേശമംഗലം സുരേൻ ചേട്ടൻ, അതുപോലെ തന്നെ ശ്രീമലമല ഫയർ വർക്സ് ഓണർ രതീഷ് ചേട്ടൻ അവസാനത്തെ വെടിക്കെട്ടും പൊട്ടിച്ച് ഈ സീസണോട് വിട പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ സീസണിലെ അവസാന വെടിക്കെട്ടുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മംഗലം വേല വെടിക്കെട്ടോടുകൂടി ഈ സീസണിലെ എല്ലാ വെടിക്കെട്ടും അവസാനിക്കും. അപ്പം ഋഷിതാരമംഗലം ദേശം കനത്ത മഴയത്ത് 24 മണിക്കൂറിലേറെ നീണ്ടുനിന്ന മഴയെ പ്രതിരോധിച്ചുകൊണ്ട് പുലർച്ചെ കൊണ്ടുവന്ന മുഴുവൻ സാധനങ്ങളും കത്തിച്ച് തീർത്തിരിക്കുകയാണ്. അമിട്ട്, അതുപോലെ തന്നെ ബാക്കി ഓലമാല, ഗുണ്ട്, കളറമിട്ട് കാര്യങ്ങളെല്ലാം കുടയമിട്ട് എല്ലാം കത്തിച്ച് തീർത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ വെടിക്കെട്ട് ഒക്കെ സമാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ണമ്പ്ര വേല വെടിക്കെട്ട് സമാപിച്ചു. ഋഷിനാരായണമംഗലം ദേശത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ വീഡിയോ ആണിത്. ഋഷിനാരായണമംഗലം ദേശം അത്യാവശ്യം നല്ല രീതിയിൽ വെടിക്കെട്ട് ഈ വർഷം ഒരുക്കിയതാണ്. നല്ല രീതിയിലുള്ള വെടിക്കെട്ടുണ്ടായിരുന്നു. അപ്പം പല തവണയായിട്ട് 4ഉം 5ഉം തവണയായിട്ട് കത്തിച്ച് തീർത്തിരിക്കുകയാണ്. കൂട്ട് കത്തിച്ചു, അത് കഴിഞ്ഞിട്ട് 4 മിനിറ്റോളം നീണ്ടിരിക്കുന്ന ട്രാക്ക് കത്തിച്ചു. ആ ട്രാക്ക് കത്തിച്ചതിൻ്റെ വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഓലമാലകൾ കത്തിച്ചു, വലിയ ഗുണ്ടുകൾ കത്തിച്ചു, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കത്തിച്ച് എല്ലാ സാധനങ്ങളും കത്തിച്ച് തീർത്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ ലോഡൊക്കെ കയറ്റി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കണ്ണമ്പ്ര ദേശം അതുപോലെ തന്നെ 3ഉം 4ഉം തവണയായിട്ട് കത്തിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇനിയും ഒരു തവണ അല്ലെങ്കിൽ 2 തവണ കൂടെ കത്തിച്ചാലേ അവരുടെ സാധനങ്ങൾ തീരത്തുള്ളൂ. അപ്പം അതിൻ്റെ വീഡിയോ കണ്ണമ്പ്ര ദേശത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു രക്ഷയില്ലാത്ത മഴ. വെടിക്കെട്ട് കഴിഞ്ഞോടുകൂടി വെടിക്കെട്ട് പൊട്ടിച്ചാണ്ടി കറക്റ്റ് ഗ്യാപ്പ് കിട്ടുകയാണ്. ഒരു രക്ഷയില്ലാത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. വെടിക്കെട്ടുകാർ വണ്ടി കെട്ടി വലിച്ച് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഋഷിനാരായണമംഗലം ദേശത്തിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. പക്ഷേ മഴ കാരണം എല്ലാം കൂടെ ഒരുമിച്ച് പൊട്ടിക്കാൻ വേണ്ടി സാധിച്ചില്ല. ഒരുമിച്ച് പൊട്ടിക്കുമായിരുന്നെങ്കിൽ ഒരു 1.5 വെടിക്കെട്ട് അനുഭവമായിരുന്നു. അതുകൂടാതെ ആദ്യത്തെ വെടിക്കെട്ട് പൊട്ടി ഫിനിഷിങ് പൊട്ടുന്ന കൂട്ടത്തിൽ ഈടൂടെ കൂടെ അതിൻ്റെ കൂടെ തന്നെ പൊട്ടി. അങ്ങനെ ഒരു കാര്യം കൂടെ സംഭവിച്ചു. എന്നിരുന്നാലും വളരെ നല്ല വെടിക്കെട്ട് ഒരുക്കിയ ദേശക്കാർക്കും വെടിക്കെട്ടുകാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനിയും കണ്ണമ്പ്ര വേലയ്ക്കും വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടും തിരിച്ചു വരാമെന്നുള്ള വിശ്വാസത്തിൽ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കണ്ണമ്പ്ര ദേശത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ വീഡിയോ മറ്റൊരു വീഡിയോയ്ക്കകത്ത് വരുന്നതായിരിക്കും.